ഹലോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് KPSC ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ സിലബസ് വൈസുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇടാൻ പോകുന്നത് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ബേസിക്സ് എന്താണ്, അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ ബ്രാഞ്ചസ് വരുന്നുണ്ട്, അതിൽ എന്തൊക്കെ ടേംസാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് പറയാൻ പോകുന്നത്. സിമ്പിൾ ക്ലാസ്സാണ്, എല്ലാവർക്കും അറിയുന്നതാവും. എന്നാലും നമുക്ക് ജസ്റ്റ് എല്ലാം പറഞ്ഞിട്ട് പോവാം. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നറിയാം. ഈ ഡെഫിനിഷൻ നമ്മൾ +1 തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ്. റെക്കോർഡിംഗ് ഉണ്ട്, ക്ലാസിഫയിങ് ഉണ്ട്, സമ്മറൈസിങ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്തിൽ വരുന്നതാണ്? അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ്. പിന്നെ അക്കൗണ്ടിങ്ങിൽ മണി ടേംസിൽ, മോണിറ്ററി ടേംസിൽ, പൈസയുടെ ടേംസിൽ നമുക്ക് എന്താണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, അത് മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ റെക്കോർഡ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും നടക്കുന്നുണ്ട്. അതായത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആ ഒരു ഡാറ്റ വെച്ചിട്ട് അല്ലേ, ആ ഒരു ഫിനാൻസിൻ്റെ ഫിഗർ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ നടക്കുന്നത് ഏതിൻ്റെ ഭാഗം തന്നെയാണ്? അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ? ആ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ് വരവുകൾ, എന്തൊക്കെയാണ് ചിലവുകൾ, അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് എത്ര, ലോസ് എത്ര, ലാഭം എത്ര, നഷ്ടം എത്ര, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ പൊസിഷൻ, ഇപ്പം നമ്മുടെ കമ്പനിയുടെ പൊസിഷൻ എങ്ങനെയാണ് അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരൊക്കെയാണോ ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ വേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓണേഴ്സിന് അറിയണം അല്ലേ. പ്രോഫിറ്റ് ആണെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അത് ഓണേഴ്സിന് അറിയണം. നഷ്ടമാണെങ്കിൽ എത്രയാണ് നഷ്ടം എന്നറിയണം. ഗവൺമെൻറ്റിന് അറിയണം, കാരണം എന്താണ്, ടാക്സ്, നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് അറിയണം പ്രോഫിറ്റ് എത്രയാണെന്ന്. അതുപോലെ തന്നെ ബാങ്ക്, നമുക്ക് ലോണ് തന്ന ബാങ്കുകൾ ഉണ്ടാവും, അവർക്ക് അറിയണം അല്ലേ. അപ്പോൾ അതൊക്കെയാണ് എന്തിൽ വരുന്നത്? അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഇനി പറയുന്നത് എന്താണ്? ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. മെയിൻലി 3 ബ്രാഞ്ചസ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എല്ലാ ദിവസത്തെയും വരവ് ചെലവുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അല്ലേ. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് മാത്രമല്ല, ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യില്ലേ, അതൊക്കെ നമ്മൾ നടത്തുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ കറൻറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് അതറിയണമെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ റെക്കോർഡ്സ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ നോക്കിയാൽ മതി കേട്ടോ. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താണ്, മാനുഫാക്ചറിങ് ഒക്കെ റിലേറ്റഡ് ആയതാണ്. ഓരോ പ്രോഡക്റ്റിൻ്റെയും ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്കുണ്ടായ ചിലവ് എത്ര, അതറിയാൻ വേണ്ടിയിട്ടാണ്. ചിലവ് എത്ര അല്ലേ, അതിനനുസരിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. 10 രൂപയാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ചിലവ് വന്നിട്ടുള്ളതെങ്കിൽ 10 രൂപയിലും കൂടുതൽ നമ്മൾ എന്തായാലും പ്രൈസ് ഫിക്സ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രൈസ് ഫിക്സേഷൻ്റെ ഭാഗമായിട്ട് ഓരോ പ്രോഡക്റ്റിനും അതുണ്ടാക്കാനുള്ള യൂണിറ്റ് കോസ്റ്റ് എത്രയാണ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത് വരുന്ന മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആ പേരിൽ തന്നെയുണ്ട്, മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇപ്പം നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്തു. അത് വെറുതെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ പോരാ. ഇപ്പം ആ കൊല്ലം കമ്പനിക്ക് 1 ലക്ഷം നഷ്ടം വന്നു എന്ന് വിചാരിക്കാം. നഷ്ടം വന്നെങ്കിൽ അടുത്ത വർഷം നമ്മൾ എങ്ങനെയാണ് അത് നികത്തേണ്ടത്, അത് പ്ലാൻ ചെയ്യണ്ടേ. അത് പ്ലാൻ ചെയ്യുന്നതൊക്കെയാണ് ഏതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിനും പ്ലാനിങ്ങിനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ് ആണ്. ബേസിക് ടേംസ് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് വൺ പറയുന്നത് എൻറ്റിറ്റി ആണ്. എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്തിനെയാണ്? ഒരു ബിസിനസ്സിനെയാണ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വിപ്രോ, റിലയൻസ്, കല്യാൺ സിൽക്സ്, അതൊക്കെ എന്താണ്? അതൊക്കെ ഒരു എൻറ്റിറ്റി ആണെന്ന് പറയാം അല്ലേ. നമ്മുടെ ബിസിനസ് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഓണറും അല്ലേ, അതുകൊണ്ടാണ് കമ്പനിക്ക് കമ്പനിയുടേതായിട്ടുള്ള പേരുള്ളത് അല്ലേ. അപ്പോൾ വിപ്രോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ലാഭം ഇത്രയാണ് എന്നാ പറയാം. റിലയൻസ് പറഞ്ഞൊരു കമ്പനിയുടെ ലാഭം ഇത്രയാണെന്നാ പറയാം, അല്ലാണ്ട് അംബാനിയുടെ ലാഭം ഇത്രയാണെന്നല്ല പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യലായിട്ട് അതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് ട്രാൻസാക്ഷൻ ആണ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് ചിലർക്കൊക്കെ ഇതിൻ്റെ എന്താ പറയുക, ചിലർക്കൊക്കെ ഇതിൻ്റെ ഒരു ടച്ച് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ബേസിക്കലി അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഒക്കെയാണ് പറയുക കേട്ടോ. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു എന്തുണ്ടാവും? ഒരു ഫിനാൻഷ്യൽ വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പർച്ചേസ് ഓഫ് ഗുഡ്സ്, റെസിപ്റ്റ് ഓഫ് മണിയൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുന്നു, 100 രൂപയ്ക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ
ഒരു സാധനം കിട്ടുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? ട്രാൻസാക്ഷൻ എന്ന് പറയാം അല്ലേ. ഒരു സാധനം കൊടുക്കുന്നുണ്ട്, ഒരു സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ബേസിസും ആവാം, ക്രെഡിറ്റ് ബേസിസും ആവാം കേട്ടോ. 1,00,000 രൂപയുടെ സാധനത്തിന് നമ്മൾ ക്രെഡിറ്റ് ബേസിസിൽ മേടിക്കാറുണ്ട് അല്ലേ, ലോൺ പോലെയൊക്കെ ആയിട്ട് മേടിക്കാറുണ്ട്. അപ്പോൾ അതും എന്താണ്? ട്രാൻസാക്ഷൻ്റെ ഭാഗമാണ്. പക്ഷേ അതിലെന്ത് മാത്രമേ ഉള്ളൂ? ഒരു മോണിറ്ററി ടേംസിൽ നമുക്കത് മെഷർ ചെയ്യാൻ കഴിയണം, പൈസയുടെ ടേംസിൽ നമുക്കത് പറയാൻ കഴിയണം. അടുത്ത് വരുന്നത് അസെറ്റ്സ് ആണ്. അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ ആർ ഐറ്റംസ് ഓഫ് വാല്യൂ യൂസ് ബൈ ദ ബിസിനസ്. ആ കമ്പനിയുടെ ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, കാറ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഗുഡ്സ്, അതൊക്കെ അസെറ്റ്സിലാണ് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അസെറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഫിക്സഡ് അസെറ്റ്സും ഉണ്ട്, കറണ്ട് അസെറ്റ്സും ഉണ്ട്. ഫിക്സഡ് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടേം യൂസിന് കുറേ അധികം കാലം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കയ്യിൽ വയ്ക്കുന്ന അസെറ്റ്സ് ആണ് ഫിക്സഡ് അസെറ്റ്. ഇപ്പോൾ കമ്പനിക്ക് വേണ്ടി നമ്മളൊരു സ്ഥലം മേടിച്ചു, അതിലൊരു ബിൽഡിങ് പണിതു, അതൊക്കെ എന്താണ്? ഫിക്സഡ് അസെറ്റാണ്. കുറേ കാലങ്ങൾ നമ്മൾ ഉപയോഗിക്കും അല്ലേ. മെഷീനറി, അതൊക്കെ കാലങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി കറണ്ട് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ ഗുഡ്സ് മേടിച്ചു, സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ ബിസ്ക്കറ്റ് കമ്പനിയാണ് നടത്തുന്നത്, ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ എന്താണ് നട്ട്സോ അങ്ങനത്തെ ഒക്കെ മേടിച്ചു. അപ്പോൾ അതൊക്കെ എന്താണ്? കറണ്ട് അസെറ്റാണ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? കറണ്ട് അസെറ്റ് എന്ന് പറയാം. അടുത്ത് പറയുന്ന ടാഞ്ചിബിൾ അസെറ്റ് ആണ്. ടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ കാണാനും കഴിയും, അതിനെ തൊടാനും കഴിയും. അതാണ് ടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറയുന്നത്. ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫിക്സഡ് അസെറ്റ് ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം ടാഞ്ചിബിൾ അസെറ്റിന്. ഇനി ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് നമുക്കത് കാണാനോ തൊടാനോ ഒന്നും കഴിയില്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ ട്രേഡ് മാർക്ക്, ഗുഡ് വില്ല്, കോപ്പിറൈറ്റ് അല്ലേ. ഇതിനൊക്കെ മൂല്യമുണ്ട്, പക്ഷെ നമുക്ക് എന്താണ്? നമുക്ക് ട്രേഡ് മാർക്ക് മൂല്യമുണ്ട്, പക്ഷെ നമുക്ക് ഒരിക്കലും അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ അതിനെയാണ് ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് കൊടുത്തു തീർക്കാനുള്ള കടമുണ്ടോ, ഒബ്ലിഗേഷൻസ് ഓർ ഡെറ്റ്സ് ഓഫ് എ കമ്പനി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ലയബിലിറ്റി ആണ്. ഓക്കെ, ബാങ്ക് ലോണ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, ഇതൊക്കെ നിങ്ങൾക്ക് കൊടുത്തു തീർക്കാനുള്ള ലയബിലിറ്റി ആണ്. ലയബിലിറ്റിനെയും നമ്മൾ അസെറ്റ്സിനെ തരംതിരിക്കുന്ന പോലെ ലോങ് ടേം ലയബിലിറ്റിയും ഷോർട്ട് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ, ആ ടേം ആലോചിച്ച് വയ്ക്കുക. കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ട പൈസയാണെങ്കിൽ അത് കറണ്ട് ലയബിലിറ്റി ആണ്. നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനും കൂടുതൽ നമുക്കത് കൊടുത്തു തീർക്കാനുള്ള സമയം കിട്ടും. ബാങ്കിൽ നിന്നൊക്കെ കിട്ടുന്ന ലോങ് ടേം ലോൺസ് നോൺ കറണ്ട് ലയബിലിറ്റിക്ക് എക്സാമ്പിളാണ്. നെക്സ്റ്റ് പറയുന്നത് ക്യാപിറ്റലാണ്. എല്ലാവർക്കും അറിയാം, മൂലധനം അല്ലേ. ഒരു കമ്പനിയിലേക്ക്, ആ കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മണി ഈസ് വർത്ത് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ബിസിനസ്. പൈസ തന്നെ വേണമെന്നില്ല, അയാൾ ചിലപ്പോൾ ഓക്കെ. അപ്പോൾ മണി ഈസ് വർത്തിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇനി ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, എമൗണ്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡ്രോയിങ്സ് എന്നാണ് പറയുക. ഓക്കെ, സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സും സർവീസസും ഒക്കെ വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുക. ഇനി റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? റവന്യൂവും സെയിൽസും രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ എമൗണ്ട്, നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന പൈസേനെയാണ് സെയിൽസ് എന്ന് പറയാം. പക്ഷെ ഒരു കമ്പനിക്ക് ചിലപ്പോൾ സെയിൽസ് മാത്രമായിരിക്കില്ല റവന്യൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങൾ വിറ്റിട്ട് കിട്ടുന്നുണ്ടാവും. ആ കമ്പനി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർസിലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് കിട്ടുന്നുണ്ടാവും അല്ലേ. ഇൻട്രസ്റ്റ് FD ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ കമ്പനിക്ക് എന്താണ്? പല രീതിയിൽ അവർക്ക് റവന്യൂ ഉണ്ടാവും. കമ്മീഷൻ കിട്ടുന്നുണ്ടാവാം, ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവാം, ഡിവിഡൻഡ് കിട്ടുന്നുണ്ടാവാം അല്ലേ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാ, റവന്യൂവിൻ്റെ ഭാഗമായിട്ട് വരുന്നതാ. സെയിൽസ് എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? നമ്മൾ വിറ്റ് കിട്ടുന്ന പൈസ മാത്രമേ സെയിൽസിൽ വരുന്നുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? എക്സ്പെൻസസ് ആണ്. നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ, പല രീതിയിലുള്ള എക്സ്പെൻസസ് ഉണ്ട്. വേജസ് കൊടുക്കുന്നുണ്ടാവാം, സാലറി കൊടുക്കുന്നുണ്ടാവാം, റെൻറ്റ് കൊടുക്കുന്നുണ്ടാവാം, അതൊക്കെ എക്സ്പെൻസസിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് അല്ലേ, നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി എടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു ചിലവ് ചെയ്യുന്നുണ്ട്. ആ ചിലവിന് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ ലോങ് ടേം ആണ്. ഇപ്പോൾ നമ്മൾ 1,00,000 രൂപ ചിലവാക്കുന്നുണ്ട്. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ 1,00,000 രൂപ ചിലവാക്കുന്നുണ്ട്.
കൊടുക്കുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ മെഷീനറി മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫേർണിച്ചർ മേടിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒരു വർഷത്തിലും കൂടുതലായിട്ട് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഒരു എക്സ്പെൻസ് ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് തീർന്നു പോവുകയാണ്. അതിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ വേജസ് കൊടുക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നുണ്ട് അല്ലേ, അതൊക്കെ എന്ത് എക്സ്പെൻഡിച്ചറാണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, ഇനി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് പറയുന്നത് പ്രോഫിറ്റും ലോസും ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് എക്സസ് ഓഫ് റവന്യൂസ് ഓഫ് excess of revenue of a period over its related expenses. excess of revenue over expenses അതിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുക. ഇനി ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? excess of expenses over its revenue അല്ലേ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻസിനേക്കാൾ എത്ര കൂടുതലാണോ അതാണ് പ്രോഫിറ്റ്. എക്സ്പെൻസ് റവന്യൂവിനേക്കാളും എത്ര കൂടുതലാണോ അതാണ് ലോസ്. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോഡക്ട്സ് ഇൻ വിച്ച് ദ ബിസിനസ് യൂണിറ്റ് ഈസ് ഡീലിംഗ്. ഇപ്പോൾ ഒരു ഫർണിച്ചർ ഡീലർ ആണെങ്കിൽ അയാൾ ചെയറും ടേബിളും കട്ടിലും മേശയും ഒക്കെ മേടിച്ചിടും, കട്ടിലും ഒക്കെ മേടിച്ചിടും. അപ്പോൾ ആ ഫർണിച്ചർ ഡീലറിൻ്റെ കേസിൽ, ഫർണിച്ചറൊക്കെ വിൽക്കുന്ന ആളുടെ കേസിൽ എന്താണ്? അയാൾ ആ മേടിച്ചിടുന്നതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാൾക്ക് അതൊക്കെ ഗുഡ്സാണ്. പക്ഷേ നിങ്ങളൊരു ഓഫീസ് നടത്തുന്ന ഒരാളാണ് അല്ലേ, നിങ്ങൾ ആ ഒരു ചെയറും ഫർണിച്ചറൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്തായിട്ടാണ് വരിക? നിങ്ങൾക്കത് ഗുഡ്സ് ആണോ? നിങ്ങൾ വിൽക്കാൻ വേണ്ടിയാണോ മേടിക്കുന്നത്? അല്ല. അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ അക്കൗണ്ടിൽ അത് എസെറ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പർച്ചേസസ് ആണ്. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് ഓൺ ക്രെഡിറ്റ് ആൻഡ് ഓൺ ക്യാഷ് ഫോർ യൂസ് ഓർ സെയിൽ. നമ്മുടെ പർച്ചേസസിൽ എന്താ വരിക? നമ്മൾ വിൽക്കാൻ വേണ്ടി നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ. ഇപ്പോൾ നേരത്തെ ഫർണിച്ചർ ഷോപ്പിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, നമ്മൾ മേശയും കസാരയൊക്കെ മേടിച്ചിടുന്നത് എന്തിനാണ്? നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ എന്തിൽ കാണിക്കാം? നമുക്ക് അതൊക്കെ നമ്മുടെ എന്താണെന്ന് പറയാം? അതൊക്കെ നമ്മുടെ പർച്ചേസസ് ആണെന്ന് പറയാം. നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാവാൻ മേടിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബേസിസിലാവാൻ മേടിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇനി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഗുഡ്സ് ലൈങ് വിത്ത് ബിസിനസ് ഫോർ സെയിൽ ഓൺ എനി ഗിവൺ ഡേറ്റ് ആർ കോൾഡ് സ്റ്റോക്ക്. നമുക്ക് വിൽക്കാൻ വേണ്ടി ഇപ്പോൾ ഒക്ടോബർ ആണ് അല്ലേ. ഈ ഒക്ടോബർ 15 അല്ലെങ്കിൽ ഒക്ടോബർ 20 വരെ നമ്മുടെ കയ്യിൽ വിൽക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ എന്താണ്? നമ്മുടെ സ്റ്റോക്കാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സെയിൽ ചെയ്യാനുള്ള എല്ലാ പ്രോഡക്ട്സും, അൺസോൾഡ് ആയിട്ടിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിനെയും നമുക്ക് എന്ത് പറയാം? ഓപ്പണിംഗ് സ്റ്റോക്കാണെന്ന് പറയാം. ഒരു വർഷത്തിൻ്റെ എൻഡിൽ നമ്മൾ സെയിൽ ചെയ്യാതിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മുടെ കയ്യിലുള്ളതിനെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് വർഷാവസാനം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിനെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുക. ഡെറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാണോ പൈസ തരാനുള്ളത് അവരാണ് ഡെറ്റേഴ്സ്. നമുക്കൊരു 1000 രൂപ ഒരാൾ തരാനുണ്ടെങ്കിൽ അയാൾ നമ്മുടെ ഡെറ്ററാണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഓ ടു പേ എൻ എമൗണ്ട് ടു ബിസിനസ്. അയാൾ നമുക്ക് ബിസിനസ്സിന് പൈസ തരാനുണ്ട്. ഓ ടു പേ ആണെങ്കിൽ അയാളാണ് ഡെറ്റർ. ഓക്കെ, ഇനി ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സൺ ടു ഹൂം വി ഔട്ട് ടു പേ. അതായത് നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അയാൾ നമ്മുടെ ക്രെഡിറ്ററാണ്. പേഴ്സൺ ടു ഹൂം ബിസിനസ് ഓസ് ടു പേ, അയാൾ നമ്മുടെ ക്രെഡിറ്ററാണ് കേട്ടോ. ഇനി വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൗച്ചർ ചോദിക്കാറുള്ളതാണ്. ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ, അതിനെയാണ് വൗച്ചർ എന്ന് പറയുക. ഇപ്പം നമ്മൾ 1000 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു, അപ്പോൾ അതിൻ്റെ ബില്ല് റെസിപ്റ്റൊക്കെ നമ്മൾ കാണിക്കണം. 1000 രൂപയ്ക്ക് ഒരു സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബില്ലുകളൊക്കെ കാണിക്കണം അല്ലേ. അപ്പോൾ അതിനെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഇടാൻ പോകുന്നത് കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഒക്കെയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്പീഡ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ക്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്ലാസ് ആണ്, ജസ്റ്റ് ബേസിക്സ് ആണ്, അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഒക്കെ ആകുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ് വരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്